ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ താൽപര്യം കാണിക്കുന്ന രാജ്യമാണ്. ഇതിനെ അമേരിക്ക ശക്തമായി എതിർത്തിരുന്നു. ഇത് സംബന്ധിച്ച് ചർച്ചകൾക്കായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ ഇറാൻ അത് നിരസിക്കുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അരിശം മൂത്തതായാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയും ഇറാനും തമ്മിൽ വളരെ കാലമായി സംഘർഷത്തിലാണ്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റപ്പോൾ ഇറാനെ ശക്തമായി എതിർത്തിരുന്നു. ഇറാനെതിരെ സാമ്പത്തിക ഉപരോധങ്ങളും ഏർപ്പെടുത്തി. ഇറാൻ ആണവ കരാറും അദ്ദേഹം റദ്ദാക്കി. എന്നാൽ ഇതിലൊന്നും ഇറാൻ ആശങ്കപ്പെട്ടിരുന്നില്ല. ഇറാൻ തങ്ങളുടെ ആണവോർജ പദ്ധതിയുമായി മുന്നോട്ട് തന്നെ പോകുകയായിരുന്നു. ഇതിന് പ്രധാന കാരണം അമേരിക്കയും ഇസ്രയേലുമാണ്. ഈ രണ്ട് രാജ്യങ്ങളും ഇറാനുമായി വളരെ കാലമായി സംഘർഷത്തിലാണ്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റായി. ട്രംപിനെ വധിക്കാൻ ഇറാൻ ശ്രമിച്ചതായി ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇത് അമേരിക്കയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും അപകടം വരാമെന്ന് ഇറാനെ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. അതുപോലെ ഇറാൻ ഇസ്രയേലുമായി ശത്രുതയിലാണെങ്കിലും അമേരിക്ക ഇസ്രയേലിന്റെ ഉറ്റ സുഹൃത്താണ്. ഇസ്രായേലും അമേരിക്കയും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാമെന്നതിനാൽ ഇറാനിയൻ നേതാക്കൾ തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി ആണവ പദ്ധതി ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനെ അമേരിക്ക ശക്തമായി എതിർക്കുന്നുമുണ്ട്. ആണവോർജ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ കരാറിൽ നാം യോജിക്കണം. ഇറാൻ ഈ ചർച്ചകളിൽ പങ്കുചേർന്നില്ലെങ്കിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ നിന്ന് അമേരിക്ക അവരെ തടയുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ഇതിന് മറുപടിയായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസ്കോവ് പറയുന്നത്, അമേരിക്ക ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും അവയിലൂടെ തങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് തങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ലെന്നാണ്. ഞങ്ങൾ ഒരിക്കലും അമേരിക്കയുമായി ചർച്ച നടത്തില്ല. അമേരിക്കയ്ക്ക് വേണ്ടത് ചെയ്യട്ടെ, അദ്ദേഹം മറുപടി നൽകി. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം കൂടുതൽ വഷളാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയത്. അതേസമയം ഇറാന്റെ ആണവായുധ പദ്ധതിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്തുണ അറിയിക്കുകയും ചെയ്തു. 18-ാം തീയതി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ചു. തുടർന്ന് ട്രംപ് യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം നിർത്തണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാന കാര്യവും ഇരുവരും ചർച്ച ചെയ്തു. അത് മറ്റൊന്നുമല്ല, ഇറാനുമായുള്ള പ്രശ്നം തന്നെയാണ്. അതുപോലെ ഹമാസ് സംഘടനയ്ക്കെതിരായ ഗസയിലെ സൈനിക നടപടി കാരണം ഇസ്രായേലും ഇറാനും തമ്മിലും ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇറാൻ ഇസ്രായേലിനെതിരെ നേരിട്ടുള്ള ആക്രമണം അഴിച്ചുവിട്ടു. അതുപോലെ ഇസ്രായേൽ ഇറാനെതിരെയും നേരിട്ട് ആക്രമണം അഴിച്ചുവിട്ടു. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാവുകയും അതേസമയം ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ഇറാൻ ഒരിക്കലും തീരുമാനിക്കരുതെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടു. പുടിൻ അത് ശരിവയ്ക്കുകയും ചെയ്തു. റഷ്യ തങ്ങളുടെ സഖ്യകക്ഷിയായ ഇറാനെ ഉപേക്ഷിച്ച് അമേരിക്കയുമായി കൈകോർത്തെന്ന ചോദ്യം ഉയർന്നുവരികയും ചെയ്തു. അതേസമയം ശനിയാഴ്ച റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവിനോട് ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അതായത് ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ അമേരിക്കയോ ഇസ്രായേലോ ആക്രമിച്ചാൽ റഷ്യയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന ചോദ്യമാണ് ഉയർന്നുവരുന്നത്. സമാധാനപരമായ രാഷ്ട്രീയ നയതന്ത്ര മാർഗങ്ങളിലൂടെ മാത്രമേ ഇറാന്റെ ആണവ പദ്ധതി പരിഹരിക്കാൻ കഴിയൂ എന്ന് തങ്ങൾക്ക് ബോധ്യമുണ്ടെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. മറ്റെല്ലാ രാജ്യങ്ങളെയും പോലെ ഇറാനും സമാധാനപരമായ ഒരു ആണവോർജ മേഖല വികസിപ്പിക്കാനുള്ള അവകാശമുണ്ട്. ഇത് തങ്ങൾക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. അതിനാൽ ഇറാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും അത്തരം നടപടി അന്താരാഷ്ട്ര നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിൽ ഇതിനകം ഒരു ആണവ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായ ആദ്യ ടൈമിൽ ട്രംപും ഇറാനും തമ്മിൽ ഒരു സംഘർഷം നിലനിന്നിരുന്നു. ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല ആണവ കരാർ റദ്ദാക്കി. ഈ സാഹചര്യത്തിലാണ് ആണവ കരാറിലെ ചർച്ചകൾ പുനരാരംഭിക്കാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് കത്തെഴുതിയത്. പക്ഷേ ഇറാൻ അത് നിരസിക്കുകയാണുണ്ടായത്.